പ്രിയരെ നമസ്കാരം. ശിവപുരാണത്തിൻ്റെ രണ്ടാമത്തെ ശ്രവണ ദൃശ്യങ്ങളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയരെ, ശിവപുരാണത്തിൻ്റെ 7 അധ്യായങ്ങളിലെ ആദ്യ അധ്യായമായ വിദ്വേശ്വർ സംഹിതയുടെ 16-ാം അധ്യായത്തിൽ പ്രണവ പഞ്ചാക്ഷര മഹിമയെക്കുറിച്ചാണ് വിവരിക്കുന്നത്. മാതൃപ്രകൃതിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതും വ്യാമോഹത്തിൽ നിന്ന് മുക്തവുമായ അകാരം, ഉകാരം, മകാരം, ബിന്ദു, നാദം എന്നീ മൂലശബ്ദങ്ങളെ പ്രണവം എന്ന് വിളിക്കുന്നു. പ്രണവ മന്ത്രങ്ങൾ 2 വിധത്തിലുണ്ട്. അതിൽ ഒന്നാമത് ഒട്ടാകെയുള്ള ഓം എന്ന ശബ്ദവും രണ്ടാമത് സൂക്ഷ്മമായ ഓം നമഃശിവായ എന്ന മന്ത്രവുമാണ്. ഇത് ശിവന്റെയും ശക്തിയുടെയും ഏകീകൃത ശക്തിയെ പ്രതീകപ്പെടുത്തുകയും മനുഷ്യന്റെ എല്ലാ പാപങ്ങളും നശിപ്പിക്കുകയും ചെയ്യുന്നു. ലൗകിക സുഖങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരെ പ്രതിനിധീകരിക്കുന്ന ആ, ഉ, മ് എന്നീ 3 മൂലശബ്ദങ്ങൾ അടങ്ങുന്ന ഹ്രസ്വപ്രണവം എന്ന മന്ത്രം ജപിക്കണം. മറുവശത്ത് മോക്ഷം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ ആ, ഉ, മ്, നാദം, ബിന്ദു എന്നിവ അടങ്ങുന്ന ദീർഘപ്രണവം എന്ന മന്ത്രം ജപിക്കണം. വേദപഠനം ആരംഭിക്കുന്നതിന് മുൻപ് ഓംകാരം ഉച്ചരിക്കേണ്ടത് അനിവാര്യമാണ്. 9 കോടി തവണ പ്രണവം ജപിക്കുന്നതിലൂടെ മനുഷ്യൻ ശുദ്ധനാകുന്നു. 9 കോടി തവണ ഒരിക്കൽ കൂടി ജപിക്കുന്നതിലൂടെ കാറ്റ്, ഗന്ധം, ഭൂഗോളം തുടങ്ങിയ പ്രകൃതി ശക്തികളുടെ മേൽ നിയന്ത്രണം കൈവരിക്കാൻ മനുഷ്യന് കഴിയും. ഈ പ്രണവമന്ത്രം ഏറ്റവും ശക്തിയുള്ളതായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ ശിവന്റെ വാസസ്ഥലം നേടാൻ ഒരു മനുഷ്യനെ അത് പ്രാപ്തനാക്കുന്നു. പ്രിയരെ, വിദ്വേശ്വർ സംഹിതയുടെ 17-ാം അധ്യായത്തിൽ ലോകബന്ധനത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. എല്ലാ ഋഷിമാരും ജീവിത ബന്ധനങ്ങളുടെയും മോക്ഷത്തിൻ്റെയും അർത്ഥം വിശദീകരിക്കാൻ സുതനോട് അഭ്യർത്ഥിച്ചു. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന 8 തരം ബന്ധനങ്ങൾ കാരണം ആത്മാവിനെ ജീവൻ എന്നും വിളിക്കുന്നു. ഈ 8 ബന്ധനങ്ങളിൽ നിന്ന് മുക്തനായതിനു ശേഷം മാത്രമേ ജീവൻ മുക്തനാകൂ. ഈ 8 ബന്ധനങ്ങൾ പ്രകൃതി, ഗുണപരമായ ബുദ്ധി, അഹം, പഞ്ചതന്മാത്രകൾ അതായത് ശബ്ദം, സ്പർശം, രൂപം, രുചി, ഗന്ധം എന്നിവയാണ്. പ്രകൃതിയുടെ ഈ 8 വശങ്ങളാൽ ഓരോ ആത്മാവും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഈ ബന്ധനങ്ങളുടെ ഫലമായി ചെയ്യുന്ന പ്രവൃത്തികളെയാണ് കർമ്മം എന്ന് വിളിക്കുന്നത്. നല്ലതോ ചീത്തയോ ആകട്ടെ, ഒരു മനുഷ്യൻ സ്വന്തം പ്രവൃത്തികളുടെ ഫലം കൊയ്യുന്നു. ഈ കർമ്മം നിമിത്തം അവൻ സുഖങ്ങൾ ആസ്വദിക്കുകയോ ദുഃഖം കാരണം കഷ്ടപ്പെടുകയോ ചെയ്യുന്നു. ആത്മാവ് കർമ്മങ്ങളുടെ ഫലങ്ങളാൽ ബന്ധിപ്പിക്കപ്പെട്ട ഒരു ചാക്രിക ജീവിതത്തിൽ പുനർജന്മം പ്രാപിക്കുന്നു. ഈ 8 ചക്രങ്ങൾ പ്രകൃതിയുടെ 8 രൂപങ്ങളല്ലാതെ മറ്റൊന്നുമല്ല. ശിവൻ ഈ 8 ചക്രങ്ങളുടെ പരിധിക്കപ്പുറമാണ്. അതോടൊപ്പം ഈ 8 ചക്രങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം അദ്ദേഹത്തിനുണ്ട് താനും. അതിനാൽ ശിവലിംഗത്തെ ആരാധിക്കുന്നതിലൂടെ മാത്രമേ മനുഷ്യന് ഈ ലോകത്തിലെ ബന്ധനങ്ങളിൽ നിന്ന് മുക്തനാകാൻ കഴിയൂ. ലിംഗം സ്ഥൂലവും സൂക്ഷ്മവുമാണ്. സ്വയംഭൂവലിംഗം, ബിന്ദുലിംഗം, പ്രതിഷ്ഠിതലിംഗം, ചരലിംഗം, ഗുരുലിംഗം എന്നിങ്ങനെ ഈ ഭൂമിയിൽ 5 തരം ലിംഗങ്ങളുണ്ട്. ലൗകിക സുഖങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാൾ സംയോജിത ശിവലിംഗത്തെ ആരാധിക്കണം. സംയോജിത ശിവലിംഗം ശിവന്റെയും ശക്തിയുടെയും ഐക്യത്തെ പ്രതിനിധീകരിക്കുകയും ദൈവികതയുടെ രൂപരഹിതവും അനന്തവുമായ സ്വഭാവത്തെ പ്രതീകപ്പെടുത്തുകയും ചെയ്യുന്നു. മോക്ഷം നേടാൻ ആഗ്രഹിക്കുന്നയാൾ സൂക്ഷ്മമായ ശിവലിംഗത്തെ ആരാധിക്കണം. സൂക്ഷ്മമായ ഒരു ശിവലിംഗം ശിവന്റെ രൂപരഹിതവും അനന്തവും ആന്തരികവുമായ ഭാവത്തെ പ്രതിനിധീകരിക്കുന്നു. വെറും ഭൗതിക വിഗ്രഹമായിട്ടല്ല, മറിച്ച് ബോധത്തിന്റെ മാനസികമോ ആത്മീയമോ ആയ പ്രതീകമായി പ്രവർത്തിക്കുന്നു. പ്രിയരെ, വിദ്വേശ്വർ സംഹിതയുടെ 18-ാം അധ്യായത്തിൽ സുതൻ പാർത്ഥിവ ലിംഗത്തെ ആരാധിക്കുന്നതിന്റെ മഹത്വത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. എല്ലാ ശിവലിംഗങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് പാർത്ഥിവ ശിവലിംഗമാണ്. ദേവതകളുടെയും മനുഷ്യരുടെയും എല്ലാ അഭിലാഷങ്ങളും പാർത്ഥിവ ലിംഗത്തെ ആരാധിക്കുന്നതിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നു. സത്യയുഗത്തിൽ രത്നത്തിന് സുപ്രധാന പ്രാധാന്യമുണ്ടായിരുന്നു. ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും സ്വർണത്തിനും രാസധാതു അഥവാ മെർക്കുറിക്കും യഥാക്രമം അതുപോലെ പ്രാധാന്യമുണ്ടായിരുന്നു. എന്നാൽ കലിയുഗത്തിൽ ഒരു പാർത്ഥിവ ലിംഗം ഈ ബഹുമാന്യ സ്ഥാനത്തെ വഹിക്കുന്നു. പാർത്ഥിവ ലിംഗത്തെ ആരാധിക്കുന്നത് തപസ്സിനേക്കാൾ കൂടുതൽ പുണ്യങ്ങൾ ജനിപ്പിക്കുന്നു. നദികളിൽ ഗംഗയും തീർത്ഥാടന കേന്ദ്രങ്ങളിൽ കാശിയും എല്ലാ മന്ത്രങ്ങളിലും വെച്ച് ഓങ്കാരവും ശ്രേഷ്ഠമായി കണക്കാക്കുന്നത് പോലെ എല്ലാ ലിംഗങ്ങളിലും വെച്ച് പാർത്ഥിവ ലിംഗത്തെ പരമോന്നതമായി കണക്കാക്കുന്നു. നിഷ്കാമ ഭാവമുള്ള പാർത്ഥിവ ലിംഗത്തെ ആരാധിക്കുന്നത് മനുഷ്യനെ മോക്ഷം നേടാൻ സഹായിക്കുന്നു. പ്രിയരെ, 19-ാം ഭാഗത്തിൽ പാർത്ഥിവ ലിംഗത്തെ ആരാധിക്കുന്ന രീതികളെക്കുറിച്ച് സുതൻ സന്യാസിമാരോട് വിശദീകരിച്ചു. രാവിലെ ഉന്മേഷവാനായതിനു ശേഷം പുരുഷൻ കഴുത്തിൽ രുദ്രാക്ഷമാല ധരിച്ച് നെറ്റിയിൽ ഭസ്മം ചാർത്തണം. തുടർന്ന് പാർത്ഥിവ ലിംഗത്തെ പൂജിക്കണം. പാർത്ഥിവ ലിംഗത്തെ പൂജിക്കുമ്പോൾ ഹരൻ, മഹേശ്വരൻ, ശംഭു, ശൂലപാണി, മഹാദേവൻ തുടങ്ങിയ നാമങ്ങൾ ജപിക്കണം.
പാർത്ഥിവലിംഗത്തെ പൂജിച്ച ശേഷം അത് നദിയിൽ മുക്കണം. ശേഷം പൂർണ്ണ ഭക്തി പുരസരം ഓം നമഃശിവായ എന്ന മന്ത്രം ജപിക്കണം. പാർത്ഥിവലിംഗത്തെ പൂജിക്കുന്നതിന് വേദങ്ങളിൽ വിവരിച്ച രീതിയാണിത്. വിദ്വേശ്വർ സംഹിതയുടെ 20-ാം ഭാഗത്തിൽ പാർത്ഥിവലിംഗങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് വിവരിക്കുന്നു. ഒരാളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പാർത്ഥിവലിംഗങ്ങളുടെ എണ്ണം വ്യത്യാസപ്പെടും. ഉദാഹരണത്തിന് പഠനത്തിലും അറിവിലും അഭിലാഷമുള്ള ഒരാൾ 1000 പാർത്ഥിവലിംഗങ്ങളെ ആരാധിക്കണം. സമ്പത്തിൽ അഭിലാഷമുള്ള ഒരാൾ 1500 പാർത്ഥിവലിംഗങ്ങളെ ആരാധിക്കണം. മോക്ഷം നേടാൻ ആഗ്രഹിക്കുന്ന ഒരാൾ 1 കോടി പാർത്ഥിവലിംഗങ്ങളെ ആരാധിക്കണം. 4 വിരലുകൾ കൊണ്ട് അളക്കാവുന്ന ഉയരത്തിന് തുല്യവും മനോഹരമായ ഒരു പീഠത്തിൽ സ്ഥാപിച്ചിരിക്കുന്നതുമായ പാർത്ഥിവലിംഗമാണ് ഏറ്റവും മനോഹരമായി കണക്കാക്കപ്പെടുന്നത്. ഈ പറഞ്ഞ ഉയരത്തിന്റെ പകുതി ഉയരമുള്ള പാർത്ഥിവലിംഗം ഇടത്തരം ആയി കണക്കാക്കുന്നു. രണ്ടാമത്തെ വിഭാഗത്തിൽ പറഞ്ഞ പാർത്ഥിവലിംഗം 2-ാം തരമായി കണക്കാക്കപ്പെടുന്നു. ഒരു പാർത്ഥിവലിംഗത്തെ ദിവസവും ആരാധിക്കുന്നത് നല്ലതും ഉചിതവുമാണ്. കാരണം ആ ആരാധന മുഴുവൻ ലോകത്തെയും ആരാധിക്കുന്നതിന് തുല്യമാണ്. ദിദിജി, ഗൗതമൻ തുടങ്ങിയ ഋഷിമാരാൽ ശപിക്കപ്പെട്ട പൂർവികർ ഒഴികെ മറ്റാരെയും ശിവനെ ആരാധിക്കുന്നതിൽ നിന്ന് വിലക്കിയിട്ടില്ല. അത്തരം ആളുകൾ പാർത്ഥിവലിംഗത്തോടൊപ്പം 8 വിഗ്രഹങ്ങളായ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, സൂര്യൻ, ചന്ദ്രൻ, അതിഥേയൻ എന്നിവരെയും ആരാധിക്കണം. വേദങ്ങളിൽ വിവരിച്ചിരിക്കുന്ന രീതികൾ അനുസരിച്ച് ഒരു ബ്രാഹ്മണൻ പാർത്ഥിവലിംഗത്തെ ആരാധിക്കണം. വടക്കോട്ട് ദർശനമായിട്ടാണ് ആരാധന നടത്തേണ്ടത്. പ്രിയരെ, വിദ്വേശ്വർ സംഹിതയുടെ 21-ാം ഭാഗത്തിൽ നൈവേദ്യത്തിന്റെയും കുവള ഇലയുടെയും പ്രാധാന്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു. സുതൻ ശിവന് സമർപ്പിക്കുന്ന നൈവേദ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിച്ചു. ശിവന് സമർപ്പിച്ച നൈവേദ്യം കാണുന്നത് മുതൽ ഒരു ഭക്തൻ തന്റെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാകുന്നു. ആ പ്രസാദം കഴിക്കുന്നതിലൂടെ അയാൾക്ക് മഹത്തായ പുണ്യങ്ങൾ ലഭിക്കും. ഒരു ചണ്ടാളന്റെ നേതൃത്വത്തിൽ ആരാധന നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരാൾ പ്രസാദം സ്വീകരിക്കരുത്. എന്നാൽ ബാണലിംഗം, സിദ്ധലിംഗം, സ്വയംഭൂവലിംഗം തുടങ്ങിയ ചില ശിവലിംഗങ്ങൾ ഈ നിയമത്തിന് വിരുദ്ധമാണ്. ശിവലിംഗത്തിന് സമർപ്പിച്ച് അതിൽ കിടക്കുന്ന പ്രസാദം കഴിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. എന്നാൽ ശിവലിംഗത്തിൽ സ്പർശിക്കാത്ത പ്രസാദം സ്വീകരിക്കണം. കുവളവൃക്ഷത്തിന്റെ ഫലം ശിവന്റെ ഒരു രൂപമായി കണക്കാക്കപ്പെടുന്നു. ദേവതകൾ പോലും അതിന്റെ മഹത്വത്തെക്കുറിച്ച് സ്തുതിച്ചിട്ടുണ്ട്. എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലും അദ്ദേഹം കുവള ഇലയിൽ വസിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. കുവള വൃക്ഷത്തിന്റെ വേരുകളിൽ ശിവന്റെ വാസസ്ഥലമുണ്ടെന്നതാണ് ഐതിഹ്യം. കുവള വൃക്ഷത്തിന്റെ വേരുകളിൽ വെള്ളം നനയ്ക്കുന്ന ഭക്തന് എല്ലാ തീർത്ഥാടന സ്ഥലങ്ങളിലെയും ദേവതകൾക്ക് വെള്ളം അർപ്പിക്കുന്നതിനേക്കാൾ വലിയ പുണ്യം ലഭിക്കും. അതേപോലെ കുവള വൃക്ഷത്തിന്റെ വേരുകളെ ആരാധിക്കുന്ന ഒരു ഭക്തൻ ശിവന്റെ വാസസ്ഥലം പുൽകും. പ്രിയരെ, വിദ്വേശ്വർ സംഹിതയുടെ 22-ാം ഭാഗത്തിൽ സുതൻ ശിവനാമത്തിന്റെ മഹത്വത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ആരാധനയിൽ ഭസ്മത്തിന്റെയും രുദ്രാക്ഷത്തിന്റെയും പ്രാധാന്യവും വിശദീകരിക്കുന്നു. ശിവന്റെ നാമം ഗംഗയെപ്പോലെ പവിത്രമാണ്. അതുപോലെ ഭസ്മം യമുന നദിയെപ്പോലെയും രുദ്രാക്ഷം സരസ്വതി നദിയെപ്പോലെയും പവിത്രമാണ്. അതിനാൽ ചുണ്ടിൽ ശിവനാമമുള്ള, നെറ്റിയിൽ ഭസ്മം പൂശിയ, കഴുത്തിൽ രുദ്രാക്ഷം ധരിച്ച ഒരു ഭക്തൻ ത്രിവേണി സംഗമത്തിൽ കുളിക്കുന്നതിന് സമാനമായ പുണ്യം നേടുന്നു. പുരാതന കാലത്ത് ഇന്ദ്രയുമ്നൻ എന്ന രാജാവ് ശിവനാമം ജപിച്ചുകൊണ്ട് ലോകത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് മുക്തി നേടിയിരുന്നു. പ്രിയരെ, ശിവപുരാണത്തിലെ ആദ്യ അധ്യായമായ വിദ്വേശ്വർ സംഹിതയിലെ 23-ാം ഭാഗത്തിൽ ശിവാരാധനയിലെ ഭസ്മത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. മഹാഭസ്മം, സ്വൽപഭസ്മം എന്നിങ്ങനെ ഭസ്മം 2 തരത്തിലുണ്ട്. ശ്രോതൻ അതായത് ശ്രോതാവ്, സ്മൃതം അതായത് സ്മൃതികൾക്കനുസരിച്ചുള്ള ആചാരങ്ങൾ, ലൗകികം എന്നിവയാണ് മഹാഭസ്മമായി കണക്കാക്കുന്നത്. സ്വൽപഭസ്മം പലതരത്തിലുണ്ട്. ശ്രോതൻ, സ്മൃതം എന്നീ പദങ്ങൾ ബ്രാഹ്മണർക്ക് മാത്രമുള്ളതാകുന്നു. ബാക്കിയുള്ള ജാതിക്കാർക്ക് ലൗകിക ഭസ്മം ഉചിതമാണ്. മന്ത്രങ്ങൾ ചൊല്ലിയതിനു ശേഷം മാത്രമേ ബ്രാഹ്മണൻ ഭസ്മം പ്രയോഗിക്കാവൂ. ഉണങ്ങിയ ചാണകം കത്തിച്ചതിന് ശേഷം അവശേഷിക്കുന്ന ഭസ്മത്തെ ആഗ്നേയ ഭസ്മം എന്ന് വിളിക്കുന്നു. യാഗം പൂർത്തിയാക്കിയതിനു ശേഷമുള്ള ഭസ്മം കൊണ്ട് നെറ്റിയിൽ ത്രിപുണ്ഡ്രം പുരട്ടുന്നത് സന്ധ്യ, ജപം തുടങ്ങിയ ഉപനിഷത്ത് ആചാരങ്ങളിൽ ഉൾപ്പെടുന്നു. ഈ ആചാരങ്ങൾ നെറ്റിയിൽ ത്രിപുണ്ഡ്രം പുരട്ടിയതിനു ശേഷം മാത്രമേ അനുഷ്ഠിക്കാവൂ. പ്രിയരെ, വിദ്വേശ്വർ സംഹിതയുടെ 24-ാമത്തെയും അവസാനത്തെയും ഭാഗത്തിൽ രുദ്രാക്ഷത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സുതൻ വിശദീകരിക്കുന്നു. രുദ്രാക്ഷം ശിവന് പ്രിയപ്പെട്ടതാണ്. അതിനാൽ രുദ്രാക്ഷ മണികൾ ഉപയോഗിച്ച് ശിവനാമം ജപിച്ചാൽ മനുഷ്യന്റെ എല്ലാ പാപങ്ങളും നശിക്കും. മരണാനന്തരം അയാൾക്ക് മോക്ഷവും ലഭിക്കും. രുദ്രാക്ഷത്തിന്റെ ഉത്ഭവം ശിവതപസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. വ്യത്യസ്ത ജാതികൾക്ക് പ്രത്യേക നിറങ്ങളിലുള്ള രുദ്രാക്ഷം നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ബ്രാഹ്മണന് വെള്ള, ക്ഷത്രിയന് ചുവപ്പ്, വൈശ്യന് മഞ്ഞ, ശൂദ്രന് കറുപ്പ് എന്നീ നിറങ്ങളിലുള്ള രുദ്രാക്ഷങ്ങൾ ധരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. 1500 രുദ്രാക്ഷങ്ങൾ ശരീരത്തിൽ ധരിക്കുന്ന ഒരാൾ ശിവനുമായി ഒന്നാകുന്നു.
രുദ്രാക്ഷങ്ങൾ പലതരത്തിലുണ്ട്. ഏകമുഖ രുദ്രാക്ഷം, അതായത് ഒരു ദ്വാരമുള്ള രുദ്രാക്ഷം മുതൽ 14 ദ്വാരങ്ങൾ വരെയുള്ള രുദ്രാക്ഷം വരെയുണ്ട്. ഓരോ തരം രുദ്രാക്ഷത്തിനും അതിൻ്റെതായ മന്ത്രവും പ്രത്യേക ദേവതയുമുണ്ട്. പ്രിയരെ, ശിവപുരാണത്തിന്റെ 2-ാമത്തെ അധ്യായമായ രുദ്രസംഹിതയുടെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. രുദ്രസംഹിതയെ 149 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. രുദ്രസംഹിതയുടെ ആദ്യ ഭാഗം സൃഷ്ടികാണ്ഡമാണ്. ശിവന്റെയും ഉമയുടെയും അവതാരത്തെക്കുറിച്ചും അവരുടെ വിവാഹത്തെക്കുറിച്ചും ഗൃഹസ്ഥ ജീവിതം, ശിവന്റെ ദിവ്യത്വത്തിന്റെ മറ്റ് വശങ്ങൾ എന്നിവയെക്കുറിച്ചും അറിയുവാനുള്ള ആഗ്രഹം ഋഷിമാർ പ്രകടിപ്പിച്ചു. നാരദന്റെ ആസക്തിയും കാമവും എങ്ങനെ നശിപ്പിക്കപ്പെട്ടു എന്നതിന്റെ കഥ സുതൻ വിവരിച്ചുകൊണ്ട് തുടങ്ങി. ശിവനെക്കുറിച്ച് അറിയുവാനുള്ള നാരദന്റെ അഗാധമായ ആഗ്രഹത്തെക്കുറിച്ചും സുതൻ വിവരിച്ചു. പ്രിയരെ, രുദ്രസംഹിതയുടെ 2-ാം ഭാഗത്തിൽ കാമദേവന് മേലുള്ള നാരദന്റെ വിജയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഒരിക്കൽ നാരദൻ ഹിമാലയ പർവ്വതത്തിലെ ഒരു ഗുഹയിൽ തപസ് അനുഷ്ഠിക്കുകയായിരുന്നു. അതിൽ ഭയന്ന ഇന്ദ്രൻ കാമദേവനെ അദ്ദേഹത്തിന്റെ തപസ് തടയുവാൻ അയച്ചു. എന്നാൽ കാമദേവന ശ്രമത്തിൽ വിജയിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം നാരദൻ തപസ് അനുഷ്ഠിച്ചിരുന്ന സ്ഥലം ശിവൻ തപസ് ചെയ്ത അതേ സ്ഥലമായിരുന്നു. തപസ് പൂർത്തിയാക്കിയ ശേഷം കാമദേവനെ തോൽപ്പിച്ചതിനാൽ നാരദൻ അഹങ്കരിച്ചു. അദ്ദേഹം കൈലാസ പർവ്വതത്തിൽ പോയി തന്റെ നേട്ടത്തെക്കുറിച്ച് ശിവനോട് പറഞ്ഞു. ശിവന്റെ ദിവ്യശക്തി മൂലമാണിത് സംഭവിച്ചതെന്ന് നാരദന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അഹങ്കാരത്തോടെയുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന ശിവൻ ശ്രദ്ധിച്ചു. ഈ രഹസ്യം മറ്റാരോടും വെളിപ്പെടുത്തരുതെന്ന് ശിവൻ നാരദനെ ഉപദേശിക്കുന്നു. എന്നാൽ ബ്രഹ്മലോകത്തേക്ക് പോയി തന്റെ നേട്ടത്തെക്കുറിച്ച് വീമ്പിളക്കി. അദ്ദേഹത്തിന്റെ പ്രചണ്ഡമായ പ്രസ്താവനകൾ കേട്ട് ബ്രഹ്മാവും ഇത് മറ്റാരോടും വെളിപ്പെടുത്തരുതെന്ന് ഉപദേശിച്ചു. എന്നിട്ടും നാരദന് തൃപ്തിയായില്ല. സ്വന്തം നേട്ടത്തിന്റെ വാർത്ത ഭഗവാൻ വിഷ്ണുവിനെ അറിയിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ നാരദൻ വൈകുണ്ഠത്തിലും പോയി കാമദേവനെ പരാജയപ്പെടുത്തിയതിൽ വീമ്പിളക്കി. അദ്ദേഹത്തിന്റെ അമിതമായ അഹങ്കാരത്തെ നിയന്ത്രിക്കുകയെന്ന ഉദ്ദേശത്തോടെ ഭഗവാൻ വിഷ്ണു ശിവന്റെ അനുഗ്രഹത്താൽ ഒരു മായാശക്തി പ്രകടിപ്പിച്ചു. പ്രിയരെ, രുദ്രസംഹിതയുടെ 3-ാം ഭാഗത്തിൽ നാരദന്റെ അഹങ്കാരത്തെ കീഴടക്കിയതിനെക്കുറിച്ച് സുതൻ വിവരിക്കുന്നു. വൈകുണ്ഠത്തിൽ നിന്ന് മടങ്ങവേ നാരദൻ മനോഹരമായൊരു നഗരം കണ്ടു. ശീലനിധി എന്ന രാജാവായിരുന്നു ആ നഗരത്തിന്റെ ഭരണാധികാരി. രാജാവിനൊരു പുത്രിയുണ്ടായിരുന്നു. തദവസരത്തിൽ രാജകുമാരിയുടെ സ്വയംവരം സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. സ്വയംവരത്തിൽ പങ്കെടുക്കുവാൻ നിരവധി രാജാക്കന്മാർ എത്തിയിട്ടുണ്ട്. സ്വയംവരം നടക്കുന്ന സ്ഥലത്തേക്ക് കൗതുകത്തോടെ നാരദൻ പ്രവേശിച്ചു. രാജകുമാരിയുടെ കൈപ്പത്തിയിലെ രേഖകൾ പരിശോധിക്കാൻ രാജാവ് നാരദനോട് അഭ്യർത്ഥിക്കുന്നു. രാജകുമാരിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ നാരദൻ ഭഗവാൻ വിഷ്ണുവിന്റെ അടുത്തേക്ക് മടങ്ങി ആ രാജകുമാരിയെ വിവാഹം കഴിക്കുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിനായി എന്നെ വിഷ്ണുവിനെ പോലെ സുന്ദരനാക്കണമെന്ന് അദ്ദേഹം ഭഗവാനോട് അഭ്യർത്ഥിച്ചു. നാരദന്റെ മുഖം ഒഴികെയുള്ള മുഴുവൻ ശരീരവും വിഷ്ണു ഭഗവാൻ വളരെ മനോഹരമാക്കുന്നു. ആ അപൂർണമായ രൂപീകരണം നാരദനെ ഒരു കുരങ്ങന്റെ രൂപത്തിലാക്കി. കാരണം വിഷ്ണു ഭഗവാന് കബി എന്ന ഒരു നാമം കൂടെയുണ്ട്. അത് മനസ്സിലാക്കാതെ ഭഗവാനോടുള്ള പൂർണ്ണ വിശ്വാസത്തിനാൽ നാരദൻ സന്തോഷത്തോടെ സ്വയംവര സ്ഥലത്തേക്ക് മടങ്ങി. കുരങ്ങിന്റെ രൂപത്തിലുള്ള മുഖത്തോടു കൂടിയ നാരദനും രാജാക്കന്മാരുടെ ഇടയിൽ സ്ഥാനം പിടിച്ചു. അവിടെ വിഷ്ണു ഭഗവാനും സന്നിഹിതനായിരുന്നു. കുരങ്ങിന്റെ രൂപത്തിലുള്ള നാരദനെ രാജകുമാരി കണ്ടു. അതിനാൽ അവൾ സന്തോഷിക്കുന്നു. ഒടുവിൽ അവൾ വിഷ്ണുവിന്റെ കഴുത്തിൽ വരണമാല്യം ചാർത്തി അദ്ദേഹത്തോടൊപ്പം വൈകുണ്ഠത്തിലേക്ക് പോയി. ശിവന്റെ ഗണങ്ങളിൽ ചിലരും ബ്രാഹ്മണ വേഷത്തിൽ അവിടെ ഉണ്ടായിരുന്നു. അവർ മരുതഗണങ്ങളായിരുന്നു. അവർ നാരദനെ കണ്ടപ്പോൾ കളിയാക്കിക്കൊണ്ട് വെള്ളത്തിൽ അദ്ദേഹത്തിന്റെ മുഖം നോക്കാൻ നിർദ്ദേശിച്ചു. വെള്ളത്തിൽ സ്വന്തം മുഖം കണ്ടപ്പോഴാണ് താനൊരു കുരങ്ങനെ പോലെയാണെന്ന് നാരദൻ തിരിച്ചറിഞ്ഞത്. അതിൽ നാരദൻ കോപാകുലനായി. ജന്മന ബ്രാഹ്മണരായിരുന്ന മരുതഗണങ്ങളെ അസുരന്മാരാകുവാൻ അദ്ദേഹം ശപിച്ചു. കോപം ശമിക്കാത്ത നാരദൻ വിഷ്ണുവിന്റെ അടുക്കലെത്തി അദ്ദേഹത്തെയും ശപിക്കുന്നു. നിങ്ങളും രാമന്റെ അവതാര സമയത്ത് പത്നിയിൽ നിന്നും വേർപിരിയേണ്ടി വരുന്നതിനാൽ കഷ്ടതകൾ അനുഭവിക്കും. അന്ന് നിങ്ങളെ സഹായിക്കാൻ കുരങ്ങന്മാരെ ഉണ്ടാകൂ. പ്രിയരെ, രുദ്രസംഹിതയിലെ 4-ാം ഭാഗത്തിൽ വിഷ്ണു നാരദനോട് ഉപദേശ പ്രഭാഷണം നടത്തുന്നു. നാരദന്റെ ശാപം ഒരു മടിയും കൂടാതെ ഭഗവാൻ വിഷ്ണു സ്വീകരിച്ചു. പിന്നീട് നാരദരുടെ മനസ്സിനെ സ്വാധീനിച്ച മായാശക്തികളെ അദ്ദേഹം നീക്കം ചെയ്തു. അതോടെ നാരദൻ സ്വന്തം പ്രവൃത്തികളിൽ പശ്ചാത്തപിക്കുന്നു. ശിവന്റെ ദിവ്യമായ മായാശക്തി മൂലമാണ് എല്ലാം സംഭവിച്ചതെന്ന് ഭഗവാൻ വിഷ്ണു നാരദനെ അറിയിച്ചു. താങ്കൾ അദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിച്ചില്ല. അതിനാൽ ശിവൻ അദ്ദേഹത്തിന്റെ മായകളാൽ നിങ്ങളെ ഒരു പാഠം പഠിപ്പിച്ചു. ശിവൻ 3 അടിസ്ഥാന ഗുണങ്ങളായ സത്വം, രജസ്, തമസ് എന്നിവയ്ക്ക് അതീതനാണ്. അതിനാൽ നിങ്ങൾ ശിവനാമത്തിൽ ആരാധിക്കുകയും ധ്യാനിക്കുകയും വേണം. നിങ്ങളുടെ എല്ലാ പാപങ്ങളും നശിപ്പിക്കപ്പെടും. നാരദനെ ഉപദേശിച്ചതിന് ശേഷം ഭഗവാൻ വിഷ്ണു അപ്രത്യക്ഷനായി. പിന്നീട് നാരദൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നിരവധി ശിവലിംഗങ്ങളുടെ ദർശനം നടത്തുന്നതിനിടയിൽ അദ്ദേഹം ശപിച്ച മരുതഗണങ്ങളിലെ 2 പേരെ കണ്ടു.
അവർ ഇരുവരോടും അവർ ഒരു രാക്ഷസിയുടെ ഗർഭപാത്രത്തിൽ ജനിക്കുമെന്നും എന്നാൽ അവരുടെ പിതാവ് ഋഷിമാരായിരിക്കുമെന്നും അവരെ ആശ്വസിപ്പിച്ചു. അവരുടെ ഭക്തി മൂലം അവർ വളരെ പ്രശസ്തരാകുമെന്നും നാരദൻ അവരോട് വെളിപ്പെടുത്തി. പിന്നീട് ബ്രഹ്മാവിന്റെ അടുക്കൽ ചെന്ന് ശിവന്റെ ദിവ്യത്വത്തെക്കുറിച്ച് പറയാൻ നാരദൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. പ്രിയരെ, രുദ്രസംഹിതയുടെ 5-ാം ഭാഗത്തിൽ ബ്രഹ്മാവ് നാരദനോട് ധർമ്മോപദേശം നടത്തുന്നു. മഹാപ്രളയകാലത്ത്, അതായത് അന്തിമ സംഹാരകാലത്ത് ശിവനല്ലാതെ മറ്റൊന്നും നിലവിലുണ്ടായില്ല. ശിവൻ സ്വയം പ്രകടിപ്പിച്ച ശക്തിയാണ് അംബിക എന്നറിയപ്പെട്ടത്. ഈ അംബികയാണ് മുഴുവൻ ലോകത്തിനും പ്രകൃതിക്കും കാരണക്കാരി എന്ന് മനസ്സിലാക്കപ്പെടുന്നു. പിന്നീട് ശിവൻ ഒരു ശിവലോകം സൃഷ്ടിച്ചു. അത് കാശി എന്നറിയപ്പെടുന്നു. ശിവന്റെയും പാർവതിയുടെയും വാസസ്ഥലമാണിത്. കാശിയിലേക്ക് തീർത്ഥാടനം നടത്തുന്ന ഒരാൾക്ക് മോക്ഷം ലഭിക്കും. പ്രിയരെ, രുദ്രസംഹിതയുടെ 6-ാം ഭാഗത്തിൽ വിഷ്ണുവിന്റെ ഉത്ഭവത്തെക്കുറിച്ച് സംസാരിക്കുന്നു. തന്റെ അഭാവത്തിൽ സൃഷ്ടിയെ പരിപാലിക്കാൻ കഴിയുന്ന ഒരാളുടെ ആവശ്യം ശിവൻ ഉണർന്നു. അംബികയോടൊപ്പം കാശിയിൽ വിശ്രമിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ശിവന്റെയും അംബികയുടെയും ഏകീകൃത ഊർജം ഒരു കുട്ടിയുടെ തിളക്കമുള്ള ശാരീരിക രൂപീകരണത്തിലേക്ക് നയിച്ചു. കുട്ടി ശിവനോട് തന്റെ പേരിനെക്കുറിച്ചും തന്റെ അസ്തിത്വത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ചും ചോദിച്ചു. ശിവൻ ആ കുട്ടിക്ക് വിഷ്ണു എന്ന് പേരിട്ടു. എല്ലാത്തരം നേട്ടങ്ങളും കൈവരിക്കാൻ സഹായിക്കുന്ന ഒരു തപസ് ചെയ്യാൻ ശിവൻ അവനോട് ഉപദേശിക്കുന്നു. തുടർന്ന് സ്വന്തം ശ്വാസത്തിലൂടെ വേദങ്ങളെക്കുറിച്ചുള്ള അറിവ് വിഷ്ണുവിന് പകർന്നു നൽകി. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, യസ്യ നിശ്വസിതം വേദഃ, അതായത് ആരുടെ വായു നിശ്വസിക്കുന്നുവോ അതാണ് വേദം. ശിവന്റെ നിർദ്ദേശം പാലിച്ച വിഷ്ണു 12 വർഷം കഠിനമായ തപസ് ചെയ്തു. പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിന് രണ്ടാമതും ശിവനെ ദർശിക്കാൻ കഴിഞ്ഞില്ല. അതിൽ അദ്ദേഹം വിഷമിതനായി. കൂടുതൽ തപസ് ചെയ്യുവാൻ നിർദ്ദേശിക്കുന്ന ഒരു സ്വർഗീയ ശബ്ദം അദ്ദേഹം കേട്ടു. വിഷ്ണു വീണ്ടും തപസ് ആരംഭിച്ചു. അത് ദിവസങ്ങളോളം തുടർന്നു. ശിവന്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് നിരവധി അരുവികളുണ്ടായി. അത് ബ്രഹ്മാവിന്റെ രൂപത്തിൽ എല്ലാ ദിശകളിലേക്കും വ്യാപിച്ചു. ആ അരുവി കണ്ടു വിഷ്ണു വളരെയധികം സന്തോഷിക്കുന്നു. ആ അരുവികളിൽ ഉറങ്ങാൻ കിടന്നതിനാൽ അദ്ദേഹം നാരായണൻ എന്നും അറിയപ്പെട്ടു. നാരായണൻ എന്നാൽ വെള്ളത്തിൽ വാസമുറപ്പിച്ചവൻ എന്നാണ് അർത്ഥം. അതിനുശേഷം 5 ഘടകങ്ങളും അദ്ദേഹത്തിന്റെ സ്വത്വത്തിൽ നിന്ന് പ്രത്യക്ഷമായി. 3 ഗണങ്ങളായ സത്വം, രജസ്, തമസ് എന്നിവയും അതുപോലെ അഹവും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും ഉത്ഭവിച്ചു. 5 തന്മന്ത്രങ്ങളും, അതായത് ദ്രവ്യത്തിന്റെ സൂക്ഷ്മരൂപം, പഞ്ചഭൂതം, അതായത് ആകാശം, ജലം, വായു, അഗ്നി, ഭൂമി, ഒടുവിൽ 5 ഇന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ എന്നിവയും പ്രകടമായി. പ്രിയരെ, രുദ്രസംഹിതയുടെ 7-ാം ഭാഗത്തിൽ സുതൻ ബ്രഹ്മാവിന്റെ ഉത്ഭവത്തെക്കുറിച്ച് വിവരിക്കുന്നു. ബ്രഹ്മാവ് നാരദനോട് പറയുന്നതാണ് ഈ ഭാഗം. വിഷ്ണു വെള്ളത്തിൽ ഉറങ്ങുമ്പോൾ ശിവന്റെ ആഗ്രഹപ്രകാരം വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് ഒരു താമരപ്പൂവ് പ്രത്യക്ഷപ്പെട്ടു. ആ താമരയിൽ 4 തലകളോട് കൂടിയ ഒരു വ്യക്തിത്വം ഇരിക്കുന്നു. എന്നാൽ ആ താമരപ്പൂവല്ലാതെ മറ്റൊന്നും അതിൽ യഥാർത്ഥത്തിൽ ഞാൻ കണ്ടില്ല. എന്നാൽ ആ താമരപ്പൂവിൽ ഉണ്ടായിരുന്ന വ്യക്തിയെക്കുറിച്ച് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ആ താമരയുടെ പൊള്ളയായ തണ്ടിലേക്ക് ഞാൻ പ്രവേശിച്ചു. പക്ഷേ അവിടെയും എൻ്റെ ഉറവിടം കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. തിരിച്ച് താമരയിലേക്ക് തന്നെ മടങ്ങി. പെട്ടെന്ന് തപസ് ചെയ്യാൻ നിർദ്ദേശിക്കുന്ന ഒരു ശബ്ദം കേട്ടു. സ്വന്തം സ്രഷ്ടാവിനെക്കുറിച്ച് അറിയുവാനുള്ള ആഗ്രഹത്തോടെ 12 വർഷത്തോളം കഠിനമായ തപസ് ചെയ്തു. എന്നിൽ സന്തുഷ്ടനായ ഭഗവാൻ വിഷ്ണു ചതുർഭുജ രൂപത്തിൽ എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ ശിവന്റെ മായാശക്തികളാൽ സ്വാധീനിക്കപ്പെട്ടതിനാൽ എനിക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തോട് വഴക്കിട്ടു. പ്രിയരെ, രുദ്രസംഹിതയുടെ 8-ാം ഭാഗത്തിൽ ബ്രഹ്മാവും വിഷ്ണുവും തമ്മിലുള്ള തർക്കമാണ്. അദ്ദേഹം ആരാണെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളുടെയും പൂർത്തീകർത്താവാണെന്ന് വിഷ്ണു എനിക്ക് മറുപടി നൽകി. എന്നാൽ ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവും പരിപാലകനും പരമാത്മാവും ഞാൻ മാത്രമാണെന്ന് ഞാൻ മറുപടി നൽകി. അതിൽ വിഷ്ണു കുപിതനായി. നിസ്സംശയമായും നിങ്ങൾ ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവാണെന്നും നിങ്ങളെയും മുഴുവൻ ലോകത്തെയും സൃഷ്ടിച്ചത് ഞാനാണെന്നും വിഷ്ണു മറുതർക്കം പറഞ്ഞു. വിഷ്ണു എന്നോട് അദ്ദേഹത്തിൽ അഭയം തേടാൻ കൽപ്പിക്കുകയും സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. എന്നാൽ അജ്ഞനായ അദ്ദേഹത്തെ ഞാൻ വിശ്വസിച്ചില്ല. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു ഘോരമായ യുദ്ധം നടന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങൾക്കിടയിൽ ഒരു ശിവലിംഗം പ്രത്യക്ഷപ്പെട്ടു. ആ ശിവലിംഗം അതിൻ്റെ യഥാർത്ഥ സ്വത്വം വെളിപ്പെടുത്തണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചു. ആ ശിവലിംഗം ഞങ്ങളുടെ അഭിമാനത്തെ നശിപ്പിച്ചു. പ്രിയരെ, രുദ്രസംഹിതയിലെ 9-ാം ഭാഗത്തിൽ ശബ്ദബ്രഹ്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഞങ്ങൾ ഇരുവരും ഓം എന്നൊരു ശബ്ദം കേട്ടു. ആ ശബ്ദത്തിൻ്റെ ഉത്ഭവം അറിയാൻ ഞങ്ങൾക്ക് ആകാംക്ഷ തോന്നി. ആ ശിവലിംഗത്തിൻ്റെ തെക്ക് ഭാഗത്തായി ആ എന്ന അക്ഷരവും ശിവലിംഗത്തിൻ്റെ വടക്ക് ഭാഗത്ത് മ് എന്ന അക്ഷരവും മധ്യഭാഗത്ത് ഉ എന്ന അക്ഷരവും ഞങ്ങൾ കണ്ടു. സൂര്യനെ പോലെ തിളങ്ങുന്ന ഓം എന്ന മന്ത്രവും ഞങ്ങൾ കണ്ടു. ഈ ഓം എന്ന മന്ത്രത്തിന് തുടക്കവും ഒടുക്കവും ഇല്ലായിരുന്നു.
അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് അറിയാൻ ഞങ്ങൾ ശ്രമിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ശിവൻ ഒരു ഋഷിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ഓം എന്നതിനെക്കുറിച്ചുള്ള അറിവ് അദ്ദേഹം ഞങ്ങൾക്ക് പകർന്നു നൽകി. ആ എന്ന അക്ഷരത്തിൽ നിന്നാണ് ഞാൻ എന്ന ബ്രഹ്മാവ് ഉണ്ടായതെന്നും ഉ എന്ന അക്ഷരത്തിൽ നിന്നുമാണ് വിഷ്ണു ഉണ്ടായതെന്നും മ് എന്ന അക്ഷരത്തിൽ നിന്നുമാണ് ശിവൻ ഉണ്ടായതെന്നും അദ്ദേഹം ഞങ്ങളോട് വെളിപ്പെടുത്തി. ആ എന്ന അക്ഷരം സൃഷ്ടിയെ സൂചിപ്പിക്കുന്നു, ഉ എന്ന അക്ഷരം പോഷണത്തെ സൂചിപ്പിക്കുന്നു, മ് എന്ന അക്ഷരം രക്ഷയെ സൂചിപ്പിക്കുന്നു. ആ, ഉ, മ് എന്നീ അക്ഷരങ്ങൾ സൃഷ്ടിയുടെ അടിസ്ഥാന കാരണങ്ങളെ പ്രതീകപ്പെടുത്തുന്നു. ആ ബ്രഹ്മാവിനെ അല്ലെങ്കിൽ ശുക്ലത്തെയും ഉ വിഷ്ണുവിനെ അല്ലെങ്കിൽ യോനിയെയും ആ, ഉ, മ് എന്ന സംയോജിത ശബ്ദമായ ഓം മഹേശ്വരനെയും പ്രതീകപ്പെടുത്തുന്നു. ഇവ മൂന്നും ഒന്നിച്ചു ചേർന്ന ഒരു സ്വർണ്ണമുട്ട പ്രത്യക്ഷപ്പെട്ടു. ഈ സ്വർണ്ണമുട്ട 1000 വർഷത്തോളം വെള്ളത്തിൽ മുങ്ങിക്കിടന്നു. തുടർന്ന് സർവശക്തൻ ആ മുട്ടയെ എടുത്ത് 2 ഭാഗങ്ങളായി വിഭജിച്ചു. അതിൽ നിന്ന് ആകാശവും ഭൂമിയും പ്രത്യക്ഷപ്പെടുന്നു. അതോടൊപ്പം മഹേശ്വരന്റെ ദിവ്യ സൗന്ദര്യവും ഞങ്ങൾ കണ്ടു. പ്രിയരെ, രുദ്രസംഹിതയുടെ 10ാം ഭാഗത്തിൽ ശബ്ദ ബ്രഹ്മതനുവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പോൾ മഹാദേവന്റെ ശരീരഘടനയിൽ നിന്ന് എല്ലാ സ്വരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും പുറപ്പെടുന്നത് ഞങ്ങൾ കണ്ടു. വിഷ്ണു ഓംകാരത്തിലുള്ള 48 അക്ഷരങ്ങൾ കണ്ടു. അവ ഇനി പറയുന്ന മന്ത്രങ്ങളായിരുന്നു: തൽപുരുഷേ വിദ്യാമഹേ മഹാദേവ ധീമഹി തന്നോ രുദ്ര പ്രചോദയത്. കൂടാതെ തൽ സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാത്. അതിനുശേഷം ഞങ്ങൾക്ക് ഓം ജും സ്വാഹ, ഹ്രൗം ഹ്രീം ജും സ്വാഹ, ത്രയംബകം യജാമഹേ തുടങ്ങിയ മഹാമൃത്യുഞ്ജയ മന്ത്രങ്ങളും ലഭിച്ചു. അതിനുശേഷം ഓം നമശിവായ എന്ന 5 അക്ഷരമുള്ള മന്ത്രം, ചിന്താമണി മന്ത്രമായ ക്ഷൗമ്യവും ദക്ഷിണാമൂർത്തി മന്ത്രമായ ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയെ മഹ്യം മേഘം പ്രയച്ഛ സ്വാഹ എന്നിവയും അവസാനമായി ഞങ്ങൾക്ക് മഹത്തായ മന്ത്രമായ തത്വമസിയും ലഭിച്ചു. വിഷ്ണു ആ മന്ത്രങ്ങൾ ജപിക്കുവാൻ തുടങ്ങി. ശേഷം ഞങ്ങൾ സ്രഷ്ടാവും സംരക്ഷകനും നാശകനുമായ ശിവനോട് പ്രാർത്ഥിച്ചു. പ്രിയരെ, രുദ്രസംഹിതയുടെ 11ാം ഭാഗത്തിൽ ശിവൻ ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും പ്രകാശിപ്പിക്കുന്നു. ശിവൻ ഞങ്ങളെ 2 പേരെയും കണ്ട് വളരെയധികം സന്തുഷ്ടരായി. വേദങ്ങളിലെ കാര്യങ്ങൾ അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. എൻ്റെ ആരാധന എങ്ങനെ നടത്തണമെന്ന് ശിവൻ വിഷ്ണുവിന് പറഞ്ഞുകൊടുത്തു. വിഷ്ണു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഇടതുഭാഗത്തു നിന്നും ഞാൻ വലതുഭാഗത്തു നിന്നും പ്രത്യക്ഷപ്പെട്ടുവെന്നും അദ്ദേഹം ഞങ്ങളോട് വെളിപ്പെടുത്തി. രുദ്രന്റെ അവതാരം നമ്മുടെ മൂവരുടെയും ശരീരത്തിൽ നിന്ന് പ്രകടമാകുമെന്നും ഈ അവതാരത്തിൻ്റെ ഉദ്ദേശ്യം സംഹാരമാണെന്നും അദ്ദേഹം ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. തൻ്റെ പത്നിയായ ഉമ യഥാർത്ഥത്തിൽ പ്രകൃതി മാതാവാണെന്നും അവളുടെ അവതാരത്തിലെ സരസ്വതി ബ്രഹ്മാവിൻ്റെ പത്നിയായിരിക്കുമെന്നും പ്രകൃതിയിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്ന ലക്ഷ്മി വിഷ്ണുവിൻ്റെ പത്നിയായിരിക്കുമെന്നും ശിവൻ ഞങ്ങളോട് വെളിപ്പെടുത്തി. പ്രിയരെ, ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ എന്നിവരുടെ യുഗങ്ങളെക്കുറിച്ചാണ് രുദ്രപുരാണം 12ാം ഭാഗത്തിൽ വിവരിക്കുന്നത്. ബ്രഹ്മാവ് നാരദനോട് പറഞ്ഞു, എൻ്റെ ഒരു പകൽ 4000 യുഗങ്ങളാണെന്നും അതുപോലെ തന്നെ എൻ്റെ ഒരു രാത്രിയും 4000 യുഗങ്ങളായിരിക്കുമെന്നും ഭഗവാൻ ശിവൻ ഞങ്ങളെ അറിയിച്ചു. ഇങ്ങനെയുള്ള 30 ദിവസങ്ങൾ കൂടിയതാണ് ഒരു മാസം. ഇങ്ങനെയുള്ള 12 മാസങ്ങൾ കൂടിയതാണ് ഒരു വർഷം. ഈ രീതിയിൽ എൻ്റെ ഒരു വർഷം അഥവാ ഒരു വയസ്സ് 100 വർഷമായി നിശ്ചയിച്ചു. വിഷ്ണുവിൻ്റെ ഒരു ദിവസം ബ്രഹ്മാവിൻ്റെ ഒരു വർഷത്തിന് തുല്യമാണ്. അങ്ങനെയുള്ള 100 വർഷമായിരിക്കും വിഷ്ണുവിൻ്റെ ഒരു വർഷം, അതായത് ഒരു വയസ്സ്. രുദ്രൻ്റെ ഒരു ദിവസം വിഷ്ണുവിൻ്റെ ഒരു വയസ്സിന് തുല്യമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വയസ്സും 100 വർഷമായി നിശ്ചയിച്ചു. പ്രിയരെ, രുദ്രസംഹിതയുടെ 13ാം ഭാഗത്തിൽ ശിവനെ ആരാധിക്കുന്ന രീതികളെക്കുറിച്ച് വിവരിക്കുന്നു. ഋഷിമാരുടെ അഭ്യർത്ഥന പ്രകാരം ബ്രഹ്മാവ് നാരദന് പറഞ്ഞുകൊടുത്ത ധർമ്മോപദേശം സുതൻ തുടർന്നും പറഞ്ഞു. ശിവാരാധനയുടെ രീതി വിവരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഒരു ഭക്തൻ അതിരാവിലെ എഴുന്നേറ്റ് സദാ അനുഗ്രഹം നൽകുന്ന ശിവനെ ധ്യാനിക്കണം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ദൈനംദിന വഴിപാട് ജോലികൾ പൂർത്തിയാക്കി സന്ധ്യാവന്ദനം തുടങ്ങിയ ആചാരങ്ങൾ അനുഷ്ഠിക്കണം. അതിനുശേഷം പഞ്ചോപചാരം, ഷോഡശോപചാരം തുടങ്ങിയ വേദ ആചാരങ്ങൾക്കനുസൃതമായി ശിവലിംഗത്തെ ആരാധിക്കണം. വിവിധ വഴിപാടുകൾ നടത്തി അഭിഷേകം നടത്തുകയും വേണം. ഒടുവിൽ തൻ്റെ പാപങ്ങൾക്ക് മാപ്പ് ചോദിക്കണം. പ്രിയരെ, ശിവപുരാണത്തിൻ്റെ 2ാം വീഡിയോ ഇവിടെ നിർത്തട്ടെ. കൂടുതൽ വിശദാംശങ്ങളുമായി 3ാമത്തെ വീഡിയോയിൽ കണ്ടുമുട്ടാം. ഇപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.